കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തണ്ണീർത്തട ആവാസ വ്യവസ്ഥയാണ് അഷ്ടമുടിക്കായൽ. പദ്ധതികൾ നേർവഴിക്കല്ലാതായതോടെ കായൽ സംരക്ഷണം കടലാസിൽ മാത്രമായി. 8 ശാഖകളായി 3 താലൂക്കുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ജലാശയം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റംസാർ സൈറ്റ്. 158 ഇനം മത്സ്യങ്ങളും 57 ഇനം പക്ഷികളും 43 തരം കണ്ടൽക്കാടുകളും ഒക്കെ ഉൾപ്പെടുന്ന അതീവ പ്രാധാന്യമുള്ള ആവാസ വ്യവസ്ഥ. പക്ഷേ ഇതെല്ലാം അഷ്ടമുടിയുടെ വിശേഷണങ്ങൾ മാത്രമാകുന്നുവെന്നതാണ് ഈ പരിസ്ഥിതി ദിനത്തിലെ ദുഃഖകരമായ യാഥാർത്ഥ്യം. കയ്യേറ്റവും മലിനീകരണവും അനധികൃത മണലൂറ്റുമെല്ലാം ചേർന്നപ്പോൾ അനന്യമായ ജൈവസമ്പത്തിന് മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. കക്കൂസ് മാലിന്യവും രാസമാലിന്യങ്ങളും തുടങ്ങി തള്ളാവുന്നതെല്ലാം തള്ളി അഷ്ടമുടിയെ വിഷമയമാക്കി മാറ്റി. കായൽ ജലത്തിൻ്റെ ഗുണനിലവാര തകർച്ച നിയമസഭാ രേഖകളിൽ വരെ എത്തിയതാണ്. കയ്യേറ്റവും കണ്ടൽ വെട്ടി നശിപ്പിക്കുന്നതും പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയതോടെ കായലിലെ ശുദ്ധജല മത്സ്യങ്ങൾ വംശമറ്റു തുടങ്ങി. കണമ്പും കരിമീനും കൊഞ്ചുമൊക്കെ കാണാ കാഴ്ചകളായി. കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽ മത്സ്യങ്ങൾ കായലിൽ പെരുകുന്നതും സ്വാഭാവിക മത്സ്യസമ്പത്തിനെ ഇല്ലാതാക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം പാഴ്വാക്കായെന്നതാണ് പ്രധാന പരാതി. കൊല്ലം ജനതയെ സംബന്ധിച്ച് ഒരു മുഖമുദ്രയാണ് നമ്മുടെ അഷ്ടമുടിക്കായൽ. ഇന്ന് ആ അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യത്തിന്റെ ഒരു തടാകം എന്നറിയപ്പെടുന്ന ചാലിയാറിനേക്കാൾ ദയനീയ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ പരിസരത്തൂടെ പോയി കഴിഞ്ഞാൽ മൂക്ക് പൊത്തിക്കൊണ്ട് പോകേണ്ട അവസ്ഥയാണ് ഈ പരിസ്ഥിതി ദിനത്തിലുള്ളത്. അനേകം വരുന്ന റിസോർട്ട് ഉടമകൾ, അതോടൊപ്പം തന്നെ അനധികൃത കയ്യേറ്റക്കാർ ഉൾപ്പെടെയുള്ളവർ കായലിനെ പരിസ്ഥിതിയിൽ ഉൾപ്പെടെ കയ്യേറി അവർ അത് കൈക്കലാക്കിയിരിക്കുകയാണ്. എന്നാൽ കോർപ്പറേറ്റ് നാളിതുവരെയായിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. 2021 സെപ്റ്റംബർ മാസം ഒരു അഷ്ടമുടിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ബോട്ട് യാത്ര എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെ നൌഷാദ് ഉൾപ്പെടെയുള്ള ആളുകൾ, മേയർമാർ ഉൾപ്പെടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ കായലിലൂടെ കരിമീൻ കഴിച്ചുകൊണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്തതല്ലാതെ നാളിതുവരെയായിട്ട് കൊല്ലത്തെ അഷ്ടമുടിക്കായൽ വൃത്തിയാക്കുവാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. 1000-ലധികം കയ്യേറ്റങ്ങൾ കായൽക്കരയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മണലൂറ്റ് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് കുറയാനും കാരണമായിരുന്നു. എന്നിട്ടും സംരക്ഷണ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയില്ല. ദേശീയ ഹരിത ട്രിബ്യൂണൽ സംസ്ഥാനത്തിന് പിഴ ചുമത്തുന്ന സാഹചര്യവുമുണ്ടായി. ഒടുവിൽ ഈ പരിസ്ഥിതി ദിനത്തിൽ അഷ്ടമുടിക്കായലിൻ്റെ ദുരവസ്ഥ ഹൈക്കോടതിയുടെ പരിഗണനയിലും എത്തുകയാണ്. ജനം, കൊല്ലം.